ഫേമസിന് കവറായിട്ട് എങ്ങോട്ടേക്കാന്നല്ലേ അമ്മമ്മേനെ കാണാമെന്ന് വിചാരിച്ചു. ഇന്ന് ലീവാണല്ലോ. അങ്ങനെ ബാലുശ്ശേരി ബസ് വന്ന് ബസ് കയറി. അധികം ആരും ഇല്ലായിരുന്നു. മഴയായതുകൊണ്ടാണോ അല്ലെങ്കിൽ ലീവായിട്ട് വീട്ടിലിരിക്കുകയാണോ എന്നറിയില്ല. അങ്ങനെ വിൻഡോ സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ബാലുശ്ശേരി പോസ്റ്റ് ഓഫീസിൽ ഇറങ്ങി. അവിടെയുള്ളൊരു ഫേമസ് അമ്പലമാണ്, അടിപൊളി അമ്പലമാണ്, മസ്റ്റ് വിസിറ്റ് അമ്പലമാണ്. അത് ഞങ്ങൾ എന്ത് ചെയ്ത് അവിടുന്ന് കൊയിലാണ്ടി ബസ് കയറി. ബസ് കയറിയപ്പോൾ എനിക്ക് ഫ്രണ്ടിലുള്ള സീറ്റാണ് കിട്ടിയത്. ഇവിടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര പേടി. കാരണം എന്തെങ്കിലും വന്നിട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സൊക്കെ പൊട്ടി നമ്മളെ മേത്താവുമോ എന്നൊക്കെ പേടിയായി. അങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പിന്നെ വിചാരിച്ച് ഉള്ളിൽ സ്റ്റാൻഡിലെത്തി സീറ്റ് കിട്ടല്ലോ എന്ന്. കറക്റ്റ് ഉള്ളിൽ സ്റ്റാൻഡിലെത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങി. എനിക്കും അമ്മയ്ക്കും ഒരുമിച്ച് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ചുമ്മാ മിററൊക്കെ കണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. ലീവായതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മഴയും ഇല്ലല്ലോ. അങ്ങനെ വണ്ടി എടുത്തു. ഇതാണ് കണയങ്കോട് പാലം. ഇവിടെ നല്ല ബ്ലൂ കളറിലായിരുന്നു പെയിൻ്റ് അടിച്ചത് കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയിട്ട് ഫുള്ള് ഒലിച്ച് പോയിട്ടുണ്ട്. നല്ല ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടായിരുന്നു ഇതിൽ പോകുമ്പോൾ തോന്നുക. ഭയങ്കര ബ്ലൂ കളറിൽ മഴയൊക്കെ പെയ്ത് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു റൂട്ടിലുള്ള ബസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ, സൈക്കിൾ സ്പീഡിലാണ് പോവുക. ഈ ഒരു ടൈം ആയതുകൊണ്ടോ എന്നറിയില്ല. കാരണം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇതെന്താ സ്പീഡിൽ പോകാത്ത, കാരണം പോയിട്ട് തിരിച്ച് വരണമല്ലോ. അപ്പം ഭയങ്കര സ്ലോയിലാണ് ഈ റൂട്ടിലുള്ള ബസ് പോവുക. ഈ ഒരു ടൈമിൽ 11, 12, 1 മണി, ഇപ്പോൾ 2 മണിയൊക്കെ ആകുമ്പം ഡ്രൈവർക്ക് വിശന്നിട്ടാണോ എന്താണെന്നറിയില്ല, വളരെ സ്ലോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കൊയിലാണ്ടി സ്റ്റാൻഡിലെത്തി. മൂന്നാമത്തെ ബസ്സായ വടകര ബസ് കയറി ഞങ്ങൾ പെരുമാൾപുരം എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഇത് അവിടെ ഉള്ള അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഹൈവേ വന്നതുകൊണ്ട് എവിടേക്കോ നിർത്തുക, എന്നിട്ട് കുറേ നടക്കാനുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ ഒരു വഴിയാണ്. നടന്ന് എൻ്റെ ചെരുപ്പൊക്കെ പൊട്ടി ഗൈസ്. അങ്ങനെ പിന്നെ അങ്ങോട്ട് ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നു, ഭയങ്കര സൗണ്ടും ആയിരുന്നു. പക്ഷെ അമ്മ നല്ല സ്പീഡിൽ. അമ്മയ്ക്ക് എങ്ങനെയാണ്, അമ്മേൻ്റെ വീടെത്തി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കില്ല, ഭയങ്കര സ്പീഡാണ്. എന്നിട്ട് പിന്നെ ഓരോ വീട് ഇങ്ങനെ കാണിച്ചു തരും. ഇത് പണ്ട് ഇങ്ങനെയായിരുന്നു ഈ വീട്, ഇവിടെ ഇങ്ങനെയായിരുന്നു, ഇവിടെ മറ്റേ നൂൽക്കൽ നിന്നില്ലേ ഒരു ചർക്കയൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ നൊസ്റ്റാൾജിയൊക്കെ. എപ്പോഴും പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും കേൾക്കുന്ന സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് കാവെത്തി. ഇത് ഞങ്ങളെ തറവാട്ടമ്പലത്തിൻ്റെ കാവാട്ടോ. ഇവിടെ ഭയങ്കര എന്താ പറയുക, വവ്വാലിൻ്റെ സൗണ്ടായിരിക്കും, പേടിയാവും. ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചു ഇവിടെയുള്ള വീട്ടുകാർക്കൊന്നും പേടിയാവില്ല. ഭയങ്കര വവ്വാലിൻ്റെ സൗണ്ടായിരുന്നു. അങ്ങനെ ഇത് ചെറിയൊരു ഏരിയയല്ല, വലിയൊരു ഏരിയയിൽ വലിയൊരു കാവാണ്. പിന്നെ പൂജയൊക്കെ ഉണ്ടാവും ഇവിടെ, എന്താ കുരിക്കൽ കാവ് അങ്ങനെ എന്തോ ആണ് പേര്. നല്ല വലിയൊരു ഏരിയയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കിണറൊക്കെ ഉണ്ട്. ആ കിണറിൽ എന്തൊക്കെയോ പേടിക്കുന്ന കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന അമ്മ. യെസ്, ഗുരുക്കൽ കാവാണ്. അങ്ങനെ കാവും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് നടന്നാൽ നമ്മളെ കുടുംബക്ഷേത്രത്തിൽ. ഇതാണ് കുടുംബക്ഷേത്രം. നല്ല എസ്തറ്റിക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി അമ്പലമാണ്. ഒരു സന്ധ്യാസമയത്തിൽ വരണം. ഇവിടെ ഫുള്ള് LED ലൈറ്റൊക്കെ കത്തിക്കും, നല്ല രസം. അങ്ങനെ കുറച്ചും കൂടി നടന്നാൽ ഇതാണ് അമ്മമ്മയുള്ള എൻ്റെ മൂന്നാമത്തെ മാമൻ. എനിക്ക് 3 മാമനാണുള്ളത്. തേർഡ് വൺ ചെറിയ മാമൻ്റെ വീടാണിത്. അങ്ങനെ കോഫിയൊക്കെ കഴിച്ച്, ഇന്ന് ലീവ് ആണല്ലോ, മാമിയും മക്കളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, മാമനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും മാമൻ്റെ 2 മക്കളുണ്ട്. വലിയ ആൾ ആവണി, ചെറിയ ആൾ ആദു. ഞങ്ങളൊരു കടയിൽ പോയി. ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് കടയാണ്, കുഞ്ഞി കടയാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പോയിട്ട് വാങ്ങാം. അങ്ങനെ ആദ്യം എനിക്കൊരു ഒരു മുട്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതൊരു മാഗി പ്ലസ് എന്തോ മസാലയായിട്ട് മിക്സാണ്, നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അതൊന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മാമി ഭയങ്കര തകൃതിയായിട്ട് ചിക്കൻ ബിരിയാണി കുക്കിങ്ങിലൊക്കെ ആയിരുന്നു. ഇതാണ് എൻ്റെ അമ്മമ്മ കേട്ടോ. അത് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ അറൗണ്ട് 6 മണിയായി ഇറങ്ങാൻ. കാരണം അത് മാമൻ്റെ ഒരു വീട് മാത്രമല്ല, അമ്മേൻ്റെ മാമൻ്റെ വീടുണ്ട്. പിന്നെ എനിക്ക് 3 മാമന്മാരുണ്ട്. 3 മാമന്മാരെ വീടുണ്ട്, അമ്മേൻ്റെ ഏച്ചിയുടെ വീടുണ്ട്. അതൊക്കെ കവർ ചെയ്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തി.